ARCKP കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ജാഫർ വില്ലന്റെ നിന്ന് പോയി. മാവൂരായിക്കാരനാ മാവൂര്. അദ്ദേഹം എന്തെങ്കിലും ചോദിക്കാനും എന്തിനൊക്കെ വന്നായിരിക്കും. ജാഫർ വില്ലൻ ഞാൻ പറഞ്ഞ കേൾക്കണ്ട. ജാഫർ വില്ലൻ DC ആയോ? കേൾക്കണ്ട്. നിങ്ങളെ നമ്മളെ വയസ്സൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങളെ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. ഞാൻ കിതാബ് ഓതാൻ പോയ ആ വർഷത്തിലാണ് കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. അപ്പൊ അന്ന് പിന്നെ ദർസിൽ നിന്ന് പോകാൻ വലിയവർക്ക് മാത്രമാണ് അന്ന് അനുമതി കിട്ടിയത്, ചെറിയവർക്ക് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഞാനന്ന് മീസാൻ ഓതുന്ന കുട്ടിയാണ്, നവിന്റെ കിതാബ് ഓതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചാൻസ് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായത്. ആയിക്കോട്ടെ. പിന്നെ വേറെ എന്താ ഞാൻ പറയാൻ, എനിക്കൊന്നും കൂടുതൽ അറിയില്ല. കണക്ക് കൂട്ടാനൊന്നുമില്ല. 34 വയസ്സ് പൂർത്തിയായി, അത്ര തന്നെ. ഒരു വയസ്സ് പറഞ്ഞാൽ കെട്ടിച്ചാത്ത പെൺകുട്ടിയോട് വയസ്സ് വെച്ചാണെങ്കിൽ വലിയ സംഭവമാണ്. ഇപ്പൊ അമ്മോട് വയസ്സ് വെച്ചിട്ട് ഏതായാലും പഞ്ച് പെണ്ണിട്ടാനൊന്നും പോണില്ല. 34 വയസ്സ് അൽഹംദുലില്ലാ, അത്രയായി. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ARCKP ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിൽ വരണം. ആ ശബ്ദം കേട്ടിട്ട് കുറെ കാലമാണ്. ആ ശബ്ദം ഒന്ന് കേട്ടിട്ട് കുറെ. 2 കല്യാണം പറ്റുന്നാണ് ജാഫർ വില്ലൻ പറഞ്ഞത്. 2 1 കെട്ടണമെങ്കിൽ നിബന്ധന, 2 കെട്ടണമെങ്കിൽ നിബന്ധന ഇല്ലാതാ. വല്ലാത്തഴുതിലുഫവാഹിദാനാ. നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ 1 കെട്ടുകയാണ്. അപ്പൊ ഒന്നാമത്തെ കെട്ടാനാണ് പിന്നെ നിബന്ധന ഉള്ളത്. 2ാമത്തെ കെട്ടിന് നിബന്ധന ഇല്ല. വല്ലാത്തഴുതിലുഫവാഹിദ. മനസ്സിലായില്ലേ? ഇനിയിപ്പം പറയാനില്ല. എങ്ങനെയല്ല, ആണുങ്ങൾക്ക് വേറെ പെണ്ണിട്ട് അറിയുമ്പോ ഒരു അതെന്തായാലും അങ്ങനെയാണ്. കുറച്ച് വൈദ്യത്തെ പറ്റി പറയൂ ഉസ്താദ്. എന്താ ഞാൻ പറയാ, വൈദ്യത്തെ പറ്റിയൊന്നും എനിക്ക് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് വിവരമല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൈക്കിൽ വരി എന്നെങ്കിലേ നമുക്ക് അതിനെപ്പറ്റി വർത്തമാനം പറയാൻ പറ്റുള്ളൂ. ആരും മൈക്കിൽ വരില്ല. റേഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ഇങ്ങനെ പറയാം, നിങ്ങൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല. അതെ, ജാഫർ വില്ലനൊക്കെ വന്നു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമദ് ഉസ്താദേ, ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ? ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇപ്പൊ നമ്മള് ഈ പ്രവാചക വൈദ്യത്തിലോ അല്ലെങ്കിൽ ഈ കഫക്കെട്ടിന്, കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന്, ഒരു പച്ചമരുന്നായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ എന്തെങ്കിലുമൊക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പിന്നെ DC ആയോ? ഹലോ, ഞാൻ DC ആയില്ലേ? ഹമീദ് അലി സാഹിബിനെ കാണുന്നുണ്ടല്ലോ. ഹമീദ് അലി സാഹിബ് കുറെ കാലായിക്കൊണ്ടോ ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? പറയാം. ഉണ്ട്. കേൾക്കാം. അപ്പോ കഫക്കെട്ടിന് അതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആളുകൾക്കൊക്കെ ചോദ്യം ചോദിക്കട്ടോ. ഞാൻ ഇപ്പോൾ ചോദ്യം ചോദിച്ചു. സുഖാണ്, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് സമദ് ഉസ്താദ് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ജാഫർ വില്ലൻ ഇവിടെ ചോദിച്ച ചോദ്യം കഫക്കെട്ടിനെ സംബന്ധിച്ചാണ്. കഫക്കെട്ടല്ല, കഫക്കെട്ടാണ്. ഫ എന്ന് പറയുന്ന ഒരക്ഷരം മലയാളത്തിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അക്ഷരം ഉണ്ടല്ല, ഫ, അങ്ങനെ ഒരു അക്ഷരം മലയാളത്തിലില്ല. പ എന്നാണ് അക്ഷരം. കഫക്കെട്ട് പ എന്നാണ്. അത് ഫ അല്ല. ഫ എന്നൊരു അക്ഷരം മലയാളത്തിലില്ല. പ. സംശയമുള്ളവർക്ക് മൈക്കിലോ എന്ന് പറയാം. അപ്പൊ നമ്മൾ മലയാളം പഠിപ്പിക്കും. വേറെ വർത്താനം. മനസ്സിലായില്ലേ? അത് ഫ അല്ല, അത് പ ആണ്.
അഫ്സൽ എച്ച് എഴുതിയത് ഫ ആണ്, ഫ അല്ല. നിങ്ങൾ അങ്ങനെ അടിച്ചിട്ടും കാര്യമില്ല, ഫ ആണ്. നിങ്ങൾ ശരിക്കും മലയാളം പഠിച്ചാത്ത നമ്മളെ ഉറ്റ. കപ്പം എന്നാണ് പറയാ, മനസ്സിലായില്ലേ? കഫം, മലം, മൂത്രം എന്നൊക്കെ പറഞ്ഞ് കഫം എന്നാണ്. അപ്പോ പിന്നെ കഫക്കെട്ടിനെ സംബന്ധിച്ചാണ് ചർച്ച വന്നത്. കഫക്കെട്ട് എന്ന് പറഞ്ഞത് കഫം 2-3 സ്ഥലങ്ങളിൽ കഫം കെട്ടിവെക്കും. തലയിൽ കഫക്കെട്ടുണ്ടാകും, നെഞ്ഞിൽ കഫക്കെട്ടുണ്ടാകും, സ്റ്റൊമക്കിലുണ്ടാകും. അപ്പോ പിന്നെ അവിടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ വ്യത്യസ്തമായ വിഷയത്തിലുള്ളതാണ് കാര്യങ്ങളാണ് വരിക. വ്യത്യസ്തമായ വിഷയങ്ങളാണ് വരിക എന്ന് പറയാം. ഏതായാലും ഞാനിപ്പോ ഒന്ന് മൈക്കിൽ വരാം ഇൻഷാ അല്ലാഹ്. തൽക്കാലം മറ്റാരെങ്കിലും മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ വരാം. ഹലോ, അസ്സലാമു അലൈക്കും. അബ്ദുള്ള ഹാജി എന്തേ ഒഴിവാക്കി പോയത്? നിങ്ങൾ പോയി വരി. അപ്പൊ നമ്മള് ഈ പഴത്തിനൊക്കെ ഫലം എന്ന് പറയില്ലേ? ഫലം എന്ന് പറയില്ല. പുസ്തകങ്ങൾ വരും. മലയാളം ഏതായാലും ഞങ്ങൾ ഒരു മലയാള ടീച്ചർമാരെ കൊണ്ടുവരണം നമുക്ക്. ഒരു മലയാളം എനിക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ടീച്ചർമാരുണ്ടെങ്കിലേ പോലെ കൊണ്ടുവന്നിട്ട് ഇന്ന് മലയാളം പഠിക്കാം, എന്തെങ്കിലും തീരുമാനമാക്കണം എന്ന്. ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പഠിച്ചത്? വേറെ ഒരു ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. ഫലം എന്ന് പറഞ്ഞാല് അല്ലെ, പഴത്തിനിപ്പോ ഒരു കായക്ക് ഫലം എന്ന് പറയില്ലേ? അല്ല അതല്ലല്ലോ ജാവേദ് സാഹിബ്, അതല്ല നമ്മള് ഇബ്നു അത് പറ്റേ റൌഫ് സാഹിബ് വരി, അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ഫലം ഇപ്പൊ നമ്മൾ അബ്ബാസ് കൊണ്ടോട്ട് ചെയ്ത് ഈ ഫലത്തിന് നമ്മൾ കായ് ഒരു മരത്തിന്റെ ഫലം എന്ന് പറയില്ലേ? ഞാനിപ്പോ നമ്മൾ ഈ മുമ്പേ വിദ്യുശക്തിക്ക് പറഞ്ഞ മാതിരിയാണ്, നമുക്ക് ശരിക്കും പറയാമെന്ന് പറയും. ഏതായാലും അബു ഹജർ സമുദ്ര മൈക്കിൽ വരുന്നില്ല വെച്ചെങ്കിൽ അബ്ദുൽ തോട്ടക്കാട് അല്ലെങ്കിൽ അബു ഹജർ ആരെങ്കിലും ഒരാൾ മൈക്കിൽ വരും. ഫലം എന്ന് പറഞ്ഞാൽ ഫലിതെന്നോ? ഈ സാധനം ഈ ഫലം എന്ന് പറഞ്ഞതിന് ഫലിതെന്ന അല്ല, നിങ്ങള് ഫണ്ട് എന്നാ പറയണത് അല്ലേ? അസ്സലാമു അലൈക്കും. അത് വായിക്കുക എന്താണ്? ഫലം എന്നല്ല വായിക്കുക. അബൂ മുർഷിദ് എഴുതിയത് ഫലം എന്നല്ല വായിക്കുക, ഫലം ഫലിതം എന്നാണ് വായിക്കുക. ഫലം ഫലിതം എന്നാണ് വായിക്കുക. ആരത് ഫലാണ് വായിക്കുക എന്ന് പറഞ്ഞത്? ആരെങ്ങനെ പഠിപ്പിച്ചത്? അത് ഫലം എന്നല്ല വായിക്കുക, ഫലം എന്നാണ് വായിക്കുക. ഫലം ഫലിതം. സമ്മതിക്കൂലെന്നോ? നിങ്ങൾ മലയാളം പഠിച്ചു തരണം. നിങ്ങൾ സമ്മതിക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത്, യഥാർത്ഥം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ആ മലയാളത്തിന്റെ കൊണ്ടിടുക്കി കക്ക ഗംഗ ചച്ച ചച്ചഞ്ഞ ടട്ട ഡട്ടണ്ണ തത്ത തട്ടണ്ണ പപ്പ ബബ്ബമ്മ ഇങ്ങനെ പഠിക്കുക. കാ അവിടെ ആ പിന്നെ പട്ടിക എടുത്ത് നോക്കി. കാ കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മുഴക്കല്ല ശുദ്ധത്തുള്ള അക്ഷരം എടുത്ത് പറയാം. കാ ഖ പ പ ബ ബ പിന്നെ പ ഫാന്നോ? എവിടുന്ന് പഠിച്ചു? എവിടുന്നത് പഠിച്ചു? കക്ക ഗംഗ. അത് കാ കഴിഞ്ഞാൽ ക, അതതിന്റെ തൊട്ടുള്ള കുറച്ചുകൂടി പിന്നെ ഇതുള്ളതാണ്. പിന്നെ സ്വര എന്തായാലും പറയാം, നമ്മൾ അറബിയിൽ പറയല്ലോ ഷിദ്ദത്ത് എന്ന് പറയില്ലേ? മുസ്തമിൽ എന്ന് പറഞ്ഞില്ലേ? അതിൽപ്പെട്ട ആ ഷിദ്ദത്തിന്റെ അക്ഷരങ്ങൾ പെട്ടതാ. ആദ്യം നോർമൽ പറയും, പിന്നെ തൊട്ടടുത്ത് കുറച്ച് കട്ടി കൂടുതലുള്ളത് പറയും. അങ്ങനെയാണ്. അതാണ് നമ്മൾ ആ പറയും ആ ഈ എന്ന് പഠിച്ചു മാത്രം പോയാ പോരാ. കക്ക ഗംഗ ചച്ച ജഞ്ഞ ടട്ട ടട്ടണ്ണ പപ്പ ബബ്ബമ്മ പ പ ബ ഭ. കണ്ടോ? പ കഴിഞ്ഞാൽ പാൻ,
പിന്നെ ബ ആണ്, ബ നോർമൽ ബ, പിന്നെ ഭ, മനസ്സിലായില്ല? ഭരണിയുടെ ഭ, ബേഷ്, അതല്ലാതെ എന്തില്ല, ഭാര്യയുടെ ഭ. അവിടെ കക്ക ഗഗങ്ങ ചച്ച ചച്ചഞ്ഞ ടട്ട ഡഡണ്ണ പഫ ബബ്ബമ്മാന്നോ എന്താണ് ഈ പറഞ്ഞത്? മൈക്കിൽ വരി, മൈക്കിൽ വരി. എന്നിട്ട് ഇനി ഇതിന് എത്തിറാളും ഉണ്ടേ, അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. ഇല്ല, അത് അതിന് ഇക്റാള് കൊണ്ടുവരും, അങ്ങനെ ആരുമില്ല. ഇക്റാള് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതന്നെയാണ് അതിന്റെ ശരി. അത് ഫ ഹ എന്നുള്ളത് കൂടി ചേർന്നത് പോലെയാണ് ഫലം എന്നാണ് പറയാം. പിന്നെ കുറച്ചും കൂടി ദേഷ്യം കൊണ്ട് കുറച്ചും കൂടി കട്ടി പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അത് തെളിയിക്കാൻ വേണ്ടി കുറച്ചും കൂടി കട്ടിക്കൂട്ടി പറഞ്ഞു എന്നുള്ളൊരു വിഷയമുള്ളൂ. ഫലം എന്ന് തന്നെയാണ് അത് പറയേണ്ടത്. അതിന്റെ ഒരു ഉച്ചാരണം, യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് ഞാനൊരു റെക്കോർഡ് വെച്ചുതരാം. ഭ ഭ ഭ ഭണം 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 ഭ ഭണം. കേട്ടില്ലേ? ഇങ്ങനെ നമ്മൾ എന്താണെന്നറിയോ, ചില ഉച്ചാരണം, അത് ഇനി ഒരു വേറെ വിഷയം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഭാഷ പിടിച്ചിട്ട് മലയാളത്തിന്റെ യഥാർത്ഥ ഉച്ചാരണമാണ് ഉസ്താദ് പറഞ്ഞത്. ഈ ചിലത് ഉപയോഗം കൊണ്ട് ഭാഷയിൽ കടന്നുകൂടും, ഉപയോഗം കൊണ്ട് ഭാഷയിൽ കടന്നുകൂടും. നമുക്ക് മറക്കാതിരിക്കുക, അതൊരു മലയാള ഭാഷയിലെ വ്യാകരണ ശാസ്ത്രപ്രകാരം തെറ്റാണ്. നമുക്ക് മറക്കാതിരിക്കുക എന്നുള്ളത് ഇല്ല. അതുണ്ട്. നിങ്ങൾ പഠിച്ച ആ നടുവ് പറഞ്ഞ ഫ എന്ന് പറഞ്ഞതുണ്ട്. അത് നമ്മുടെ ഫ അല്ല, ആ ഭരണി നമ്മുടെതുണ്ടല്ല, ഫലം നമ്മൾ പറയും. പക്ഷെ ഇതെന്താ, ചിലത് ഉച്ചാരണം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഭാഷയിൽ ആദത്തായി മാറും. അത് ഭാഷയല്ല, പക്ഷെ ഭാഷയിൽ അത് തെറ്റായി പറയാൻ കഴിയൂല എന്ന് അങ്ങനെ ചില മലയാള പണ്ഡിതന്മാർ ചില കാര്യങ്ങൾക്ക് പറയുന്നുണ്ട്. അതിപ്പോ ഏതാ വെച്ചാൽ പൗർണമി എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കില്ല. അതുപോലെ തന്നെ അത് ചില വാക്കുകളാണ് ഉപയോഗം എന്ത് ചെയ്യും, ഉപയോഗിച്ച് ഭാഷയിൽ കടന്നുകൂടും. അങ്ങനെ ഉച്ചാരണം ഉപയോഗത്തിലൂടെ ഉച്ചാരണം വന്നു പോയതാണ് ഇത്. നമുക്ക് ആനക്ക് മതം പൊട്ടി എന്ന് പറയണം, ഇസ്ലാം മതം എന്ന് പറയുന്നതും മതവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലേ? നമുക്കൊക്കെ ആനക്ക് മതം പൊട്ടി, ഇസ്ലാം മതം അല്ലേ? ഇതിന് രണ്ട് ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട ഇൻഷാ അല്ലാഹ് സമദുവിസിസ് ആ വിഷയങ്ങളൊക്കെ പറയും. ഞാൻ തൽക്കാലം ഇതിന്റെ ഉച്ചാരണം കേൾപ്പിക്കാൻ വേണ്ടിയാണ് മൈക്കെടുത്ത്. മൈക്കിളിസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മബ്റൂക്ക് മബ്റൂക്ക്. ജാഫർ വില്ലൻ അവിടെ ഇല്ലേ? നിങ്ങൾ സമ്മതിച്ചോല്ലെന്ന് അറിയണം നമുക്ക്. അല്ല, ഇങ്ങനൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലാതെ ഇപ്പൊ ഇതിപ്പോ വലിയ സംഭവം വെച്ചല്ല. ഞാൻ ജാഫർ വില്ലനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നതിന്റെ ആ പിന്നെ എന്താണ് അതിന്റെ രസികത്വം മൂപ്പർക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ്. പക്ഷെ അവിടെ വളരെ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല അല്ലെ? തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി അങ്ങനെയാണ്. അതെന്താണെന്നറിയോ? പിന്നെ വേറൊന്നുണ്ട്, മലപ്പുറത്തേര് പറഞ്ഞ ഭാഷ മലപ്പുറത്തെ ഭാഷ തന്നെയാണ്, അതെല്ലാം മലയാളം തന്നെയാണ്. അതിൽ നമ്മൾ വിട്ടുകൊടുക്കാനൊന്നും പാടില്ല. ഞാൻ നാടൻ മലപ്പുറം ഭാഷക്കാരനാണ്, അങ്ങനെ തന്നെ പറയുള്ളൂ. ആ ഇജ്ജി കജ്ജം തന്നെ പറയുള്ളൂ. സാജിയാമത്തിന്റെ വിചാരം ഉണ്ടാക്കും കൊടുവള്ളിക്കാരാണ് നല്ല ഭാഷ പറയണത്. അങ്ങനെ ഒരു വാദം സാജിയാമത്തിനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പൊളിച്ചെഴുതും. സാജിയാമത്ത് അങ്ങനെ ഒരു വാദം ഉണ്ടോ? കൊടുവള്ളിക്കാര് പറയുന്നതാണ് ശരിയായ ഭാഷ എന്ന് ഇല്ല, ഉണ്ടാവൂല. ഉണ്ടാവൂല. 16 ജില്ലക്കാർക്കും പറയാൻ പറ്റൂല, ഒരു കാലത്തും ഞാൻ പറയില്ല. കാരണം കൊടുവള്ളിന്റെ മുക്ക് മൂല എനിക്കറിയും. അയറ്റാലൊന്നും ഇങ്ങോട്ട് അറിയണ്ട, മനസ്സിലായില്ലേ? ഇനി അയറ്റാ ഭർത്താവൊന്നും ഇങ്ങോട്ട് അറിയണ്ടേ. അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജാഫർ അങ്ങനെ തന്നെയാണ് അതിന്റെ ശരിയായ പക്ഷെ നമ്മൾ ഫ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിലേറെ നമ്മുടെ മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവുക അറബിയാണ്. അറബിയിൽ ഫ ഉണ്ട്, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അറബി എന്താണ്?
ഫാണ്ട്. ആ ഫാക്ക് ഒപ്പിച്ച ഒരു ഫ, അതിന് ഇതാണ് ഉപയോഗിക്കുന്നത് സാധാരണ വരല്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ എഴുതി വരലാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ യഥാർത്ഥം. അല്ലാതെ പിന്നെ അതിലിതൊന്നുമില്ല. പിന്നെ പിന്നെ അങ്ങനെ ഉള്ളൂ, അങ്ങനെ വരാൻ കഴിയുള്ളൂ. ഇപ്പൊ പഴയ കാലത്തൊക്കെ കുഫിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാന നിങ്ങളെ കൽബാകാമെന്നോവർ എന്ന് പറഞ്ഞല്ലോ. അവിടെ കുപ്പിക്കകത്തുള്ള എന്ന് എഴുതുന്ന ലെവലില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുഫി. അങ്ങനെ അന്നത് എഴുതാൻ കഴിയുള്ളൂ. ഇന്ന് മലയാളം പരിപൂർണമായിട്ടില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന്റെ ലിപി പരിപൂർണമാക്കുമ്പോ അതിന്റെ മുമ്പുള്ളതല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ വിഷയം സാന്ദർഭികമായി എനിക്കറിയുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനതിനെപ്പറ്റി വലിയ വിഷയമൊന്നുമല്ല കേട്ടോ, ഞാനതിനെപ്പറ്റിയുള്ള വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും എന്റെ കയ്യിലുണ്ടാകും. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു വെടിക്കുള്ള മരുന്ന്, അത് ഈ ലോകത്തേത് വിഷയം എടുത്താലും അൽഹംദുലില്ലാ ഉസ്താദ്മാരെ ഗുരുത്വം കൊണ്ട് ഒരു വെടിക്കുള്ള മരുന്നുണ്ടാകും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. പിന്നെ ഗ്രാമീണ ഭാഷകൾ, അതാണ് ഭാഷ. അത് നന്നായി മനസ്സിലാക്കണം. ഗ്രാമീണ ഭാഷ, അതാണ് ഭാഷ. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അറബിയിലില്ലേ? ഞാൻ ചോദിക്കട്ടെ, അറബിയിലുണ്ട്. നമ്മൾ ഈ മലയാളികളാണ് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഈ വിഷയം പറഞ്ഞ് ഇങ്ങനെ കേറുക. നിങ്ങളെ ഭാഷ മോശമാണ്, ഞങ്ങളെ മലയാളമാണ് ഉസാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് മലയാളികൾക്കുള്ള ഒരു സ്വഭാവം മാത്രം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പോ പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഞാൻ പിന്നെ അറബി എടുക്കാം. അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് പിന്നെ ജാഫർ വില്ലൻ, നിങ്ങളെ പിന്നെ കട എപ്പോഴാ തുറക്കുക, എങ്ങനെയാണ് അവിടെ ചോദിക്കുക? അവിടെ എങ്ങനെ ചോദിക്കുന്നത്? പിന്നെ പിന്നെ സൗദിയിൽ എങ്ങനെ ചോദിക്കുക അല്ലേ? സൗദിയിൽ ചോദിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഞാൻ മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ ആരും ഇന്നെ അടിച്ചാലും പിന്നെ മരുന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ബേജാറാണ്ട. മത്തഫ്ത അല്ലേ? മത്തഫ്ത എന്നാ ചോദിക്കുക. ഞങ്ങള് ഒമാനിൽ അങ്ങനെ ചോദിക്കൂല, മത്ത ബത്തൽ എന്ന് ചോദിക്കുക. മത്ത ബത്തൽ, ദുക്കാൻ ബത്തൽ ല ബന്നത്ത് നമ്മൾ പറയാം. നിങ്ങളവിടെ മുഗലക്ക് എന്നാ പറയല്, നമ്മളവിടെ എന്താ പറയല്? ബന്നത്ത് എന്നാ പറയാ. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ബത്തൽ. ബത്തൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ശരിക്ക്? പൊളിക്കുക എന്നല്ലേ. ബന്നത്ത് പറഞ്ഞ എന്താ? അപ്പൊ അതങ്ങനെ ഉണ്ട്. സക്കർ, അതേപോലെയുള്ള ഭാഷകളുണ്ട്. ഇപ്പൊ ഞാൻ പറയണ പിന്നെ ഇവിടെ ഒമാനിൽ തന്നെ ഞങ്ങൾ ഇവിടൊക്കെ മുഅഖ്ബാറ എന്ന് പറയും, തൗ എന്ന് പറയും, തൗജി അറിയും. പിന്നെ നേരെ മറിച്ച് പിന്നെ സലാലി പോയ നമ്മൾ പറയുമ്പോ മസ്കറ്റിന്റെ മൂത്തൂല അവിടെ ഷു അഖ്ബാറക്നോ അല്ലെങ്കിൽ അതുപോലെ അൽഹൈൻ എന്നാണ്. അൽഹൈൻ എന്നുള്ള യൂസിങ് തന്നെ ഇവിടെ അല്ല. ഇവിടെ ആരെങ്കിലും അൽഹൈൻ ഉപയോഗിച്ച അപ്പ ചോദിക്കും പിന്നെ അവൽ ഷുഗലിൻ സൗദി എന്ന് അപ്പ ചോദിക്കും, ഇത് സൗദിയിൽ ജോലി ചെയ്തിരുന്നോ? മനസ്സിലായില്ലേ? ഓരോ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ ഇങ്ങനെ ഉണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. ജബലിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ മൂ എന്ന് ചോദിക്കും. എന്താന്നാ ചോദിക്കണത്? അതിനൊക്കെ അതിൻ്റെതായ ഇതുണ്ട്. പക്ഷെ നമ്മളാണ് അത് പറയുമ്പോഴേക്ക് ഇങ്ങനെ എന്ന് പറയണത്. ഞാൻ കോഴിക്കോടൊക്കെ ചെന്നാൽ ശരിക്ക് പിന്നെ ഞാൻ നാടൻ മലപ്പുറം ഭാഷ പറയാം. നാടൻ മലപ്പുറം, നമ്മളെ സാജിയത്തിന്റെ നാട്ടിന്റെ അടുത്തൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ദത്താ ഭർത്താനം തന്നെ ചോദിക്കാം. ഓരിനോട് ചോദിക്കും. പക്ഷെ ഓരിനോട് നേരിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്താപ്പ ഭർത്താനം എന്ന് ചോദിച്ചുമ്പോ ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്തേറ്റും പറയാനാണ് എന്നാണ് ചോദിക്കും. അതോടുകൂടെ ഓല് പിന്നെ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഓല് മനസ്സിലാക്കിയത് അതിന്റെ അടുത്ത് ചെലവാവൂല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഭാഷകൾ അവര് സംസാരിക്കുന്നതാണ് ഒറിജിനൽ ഭാഷ. അല്ലാതെ ഈ വലിയ വർത്താനം പറഞ്ഞങ്ങാണ്ട് അച്ചടി ഭാഷ ഉണ്ട്. നമ്മൾ സംസാരം, പ്രസംഗം, കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ആ ശരിയായ സാഹിത്യ ഭാഷയിൽ സംസാരിക്കണം. നേരെ മറിച്ച് അല്ലാത്ത ബഹുമാനപ്പെട്ട നാട്ടികവി മൂസ മുസ്ലിയാർ അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കട്ടെ, മഹാനവറുകൾ അങ്ങനെയായിരുന്നു. മഹാനവറുകൾ സ്റ്റേജിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അച്ചടി ഭാഷയെ വരേണ്ടായിരുന്നുള്ളൂ. അത് കെ ഉസ്താദിന്റെ പിന്നെ കിട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായത്. നേരെ മറിച്ച് പിന്നെ മൂപ്പര് നാടൻ വർത്താനം പറയുമ്പോൾ നല്ല ആ മേലാറ്റൂർ പിന്നെ എടയാറ്റൂരുള്ള ആ നാടൻ ഭാഷയെ പറയാം. മനസ്സിലായില്ലേ? അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഭാഷമ്മ കുറച്ചേരം കെട്ടി കുടുങ്ങിയെന്നുള്ളൂ, സാരല്ല പോട്ടെ. അപ്പൊ കഫക്കെട്ടിനുള്ള മരുന്നാണ് പറയേണ്ടത്.
കഫക്കെട്ടിനുള്ള മരുന്ന് അല്ലേ? കഫക്കെട്ടിനുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അത് തലയിൽ കഫം കെട്ടലുണ്ട്, പിന്നെ അതേപോലെ തന്നെ നെഞ്ചിൽ കഫം കെട്ടാറുണ്ട്, സ്റ്റൊമക്കിൽ ഉണ്ടാവാറുണ്ട്. അത് കഫം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളം ശരീരത്തിൽ ശേഖരിച്ച് വെക്കപ്പെടുന്നതാണ് എന്ന അഭിപ്രായങ്ങളാണുള്ളത്. ഏതാവട്ടെ അതിനുള്ള മരുന്ന് എന്ന് പറഞ്ഞത് ഇപ്പോ ആളുകളെ നോക്കിയിട്ട് മനുഷ്യന്മാർ നാല് ഐറ്റംസ് ആയിരിക്കും. അപ്പൊ ഈ 4 ഐറ്റംസിനെ നോക്കിയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു ജനറൽ എന്നുള്ള നിലക്ക് പിന്നെ 7:3 എന്ന അനുപാതത്തിൽ 7:3 എന്ന അനുപാതത്തിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും കുരുമുളകും തേനിൽ ലേഹ്യമാക്കി 1/4 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുന്നത് ഇൻഷാ അല്ലാഹ് കഫക്കെട്ട് കുറയാനിടയാക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാരെഞ്ചോ കുറ്റാവൂലേ. അതായത് ഞാൻ പറഞ്ഞത് 7:3, അതായത് ആദ്യം പറയുന്നത് 7 സ്പൂൺ അല്ലെങ്കിൽ 7 ഗ്രാം, അത് ഏതങ്ങ് എടുക്കണമെന്ന് വെച്ചാൽ അതിന് അതേമാതിരി 7, പിന്നുള്ളത് തട്ടിപ്പോയാലും ഞാനാളാവില്ല. 7:3 പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി. അല്ല നിങ്ങളൊന്ന് വരും വൈക്കിൽ മനുഷ്യ. മാഷാ അല്ലാ, നമ്മളെ നാട്ടുകാരനാണ് MT റഷീദ്. താങ്കളെ റഷീദ് ഉണ്ട്. മബ്രൂക്ക്. നിങ്ങളൊക്കെ അവിടെ വേണം ശരിക്ക്. 7 മഞ്ഞള്, 3 പിന്നെ 3 എന്താണ് പിന്നെ 3 കുരുമുളക്. അയ്യോ, അപ്പൊ 7:3 അതിന്റെ പൊടി എടുത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇതാക്കിയിട്ട് പിന്നെന്ത് ചെയ്യാ? ഉണ്ട്. മഞ്ഞൾ 8 കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ വയറ്റി നോക്കോ മറ്റോ പിടിച്ചിട്ട് ഇഞ്ചടുത്തേക്ക് മരുന്നിനാരാ ഇന്ന നമ്പർ തിരഞ്ഞെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതിൽ അപ്പുറം കൂടിയാൽ പലർക്കും പല വ്യത്യാസം കാണും. അതിന്റെ ഉത്തരവാദിത്തം ആരാച്ചാ ഓൽക്കാണ്. 7 6 മറ്റേത് അങ്ങോട്ടായി, ഇതിൽ വേറെ എന്തെങ്കിലും കൂട്ടി, അതൊന്നും ഞാൻ അറിയില്ല. ഇതൊരു ജനറലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ 7 സ്പൂൺ ആണെങ്കിൽ 7 സ്പൂൺ ഇടുക, പിന്നെ 3 സ്പൂൺ കുരുമുളക് ഇടുക, എന്നിട്ട് നന്നായി അത് മിക്സ് ആക്കുക. എന്നിട്ട് അതിക്ക് തേൻ ഒഴിക്കുക. ആവശ്യത്തിന് തേൻ ഒഴിച്ചോളൂ. തേൻ അല്പം കൂടുതലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് തേൻ ഒഴിച്ച് നന്നായി തേൻ ഒഴിച്ചിട്ട് അതിലെന്ത് ചെയ്യുക? തേൻ ഒഴിക്കുമ്പോൾ ഇത് വർദ്ധിക്കും. അപ്പോൾ 1/4 ടീസ്പൂൺ കൊടുക്കുക. ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഇൻഷാ അല്ലാഹ്. സ്പൂണുണ്ട് ടീസ്പൂണുണ്ട്. അപ്പൊ സ്പൂണാണ് ഞാൻ പറഞ്ഞത്. ടീസ്പൂൺ ആണെങ്കിൽ ടീസ്പൂൺ അപ്പൊ അത്രയും കുറയുന്നു. അത്ര കഴിക്കാൻ നല്ലത് ടീസ്പൂണാണ്. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ TSP എന്ന് എഴുതി ഇംഗ്ലീഷിൽ ബലി. ഈ ഇവിടെ ഉണ്ടല്ലോ TSP എന്ന് എഴുതിയ ടീസ്പൂൺ എന്നാ. കുട്ടികൾക്കും കൊടുക്കാൻ നോ പ്രോബ്ലം. 2 നേരം കഴിച്ചാൽ മതി. രാവിലെയും വൈകിട്ടും 2 നേരം കഴിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം ഉണ്ടാവും. മാറ്റമുള്ള ആൾക്കാരൊക്കെ എന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് പൈസ അയക്കാം. ഇൻഷാ അല്ലാഹ്. മഷ്കൂർ, ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഹലോ ഉസ്താദ്, എന്റെ കയ്യിനൊരു വേദന ഉണ്ട്. അതിന്റെ വേദന സംഹാരിയായിട്ട് വല്ലതും ഉണ്ടോ? എന്റെ കൈയിന്റെ തോളല് മുതല് മുട്ടുവരെ, പിന്നെ തൊടുമ്പുള്ള വേദനല്ല, ഉള്ളിൽ എന്തോ ഒരു ഉണ്ടാകുന്ന മാതിരി, ഒരു ചൊറിച്ചിലിന്റെ മാതിരിയുള്ളൊരു വേദന. അത് ആ സൈഡിന് വലത്തെ സൈഡിനാണുള്ളത്. ആ വലത്തെ സൈഡിലേക്ക് കിടക്കാൻ തന്നെ കഴിയണില്ല. കിടന്നിന് കുറച്ച് കഴിയുമ്പോൾ അതിന് വേദന കൂടുകയാണ്. അപ്പൊ അതിന് വേദന സംഹാരിയായിട്ട് വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദന സംഹാരി പലതുണ്ടെങ്കിലും നിങ്ങൾ ആ പ്രശ്നം എന്താണ് എന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യേണ്ട വിഷയമാണത്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായില്ല എങ്കിലും നിങ്ങൾ പച്ചനെല്ലിക്ക ഒരു 2-3 ഇങ്ങനെ ഒരു 2-3 ദിവസം നിന്ന് നോക്കി, എന്നിട്ട് മാറ്റുണ്ടെങ്കിൽ പറയും. പിന്നെ നന്നായിട്ടൊന്ന് മസാജ്, നിങ്ങൾ സ്വയം മസാജ് ചെയ്ത് നോക്കുക.
പച്ച നെല്ലിക്ക കിട്ടൂലേ? നെല്ലിക്ക കിട്ടൂലേ? നെല്ലിക്ക തിന്നോക്കി, പച്ച നെല്ലിക്ക കേട്ടോ. 2-3 ദിവസം എന്നിട്ട് നിങ്ങൾ നന്നായി മസാജ് ചെയ്ത് നോക്കി. എന്നിട്ട് അത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ ഞാനൊരു മരുന്ന് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഞാൻ റിയാദിന്നാ വിളിക്കുന്നത്. എന്റെ കൊച്ചിന് തലയിൽ താരൻ കൂടുതലായിട്ടുണ്ട്. അതിന് വല്ല മരുന്നുകളുണ്ടോ? ചെറിയ കൊച്ചാ, 1.5 വയസ്സായിട്ടുള്ളൂ. തല എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അതിനെന്തേലും മരുന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എനിക്ക് ടെക്സ്റ്റ് അടിച്ച ആള് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? PM-ൽ ഒന്ന് ടെക്സ്റ്റ് അടിക്കണം. PM-ൽ ഒരു ടെക്സ്റ്റ് അടിക്കണം. നിങ്ങളൊരു പേനയും കടലാസ് എടുത്ത് വരി. നിങ്ങൾ അങ്ങനെ വിട്ടാൻ പറ്റൂല. അപ്പൊ ഇതിപ്പോ അങ്ങനെ വിട്ടാൻ പറ്റണ വിഷയമല്ലല്ലോ. എടുത്തെങ്കിൽ നിങ്ങൾ PM-ൽ വീണ്ടും എനിക്ക് ടെക്സ്റ്റ് അടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മരുന്ന് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പല ആൾക്കാരും പലരോടും പലത് വിഷയം ചോദിക്കുക. അപ്പൊ പിന്നെ അപ്പൊ എനിക്കൊരു മാന്യ സ്നേഹിതൻ, അദ്ദേഹം ചില പ്രയാസം ഒരു വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. അപ്പൊ അദ്ദേഹം എനിക്കൊരു PM ചെയ്താൽ ഞാൻ ഇൻഷാ അല്ലാഹ് മരുന്ന് പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് പ്രയാസം, വല്ലാത്ത പ്രയാസം ഉണ്ടല്ലേ ആ വിഷയവുമായി ബന്ധപ്പെട്ട്? ഓക്കെ, ആരും PM ചെയ്യല്ലേ, ഞാനിതൊന്ന് പറയട്ടെ. എന്നാ ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇറച്ചി മീൻ മാഷാ അല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് സൂചന തരികയാണത്. നിങ്ങളാ പറയുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് വലിയൊരു സൂചനയാണത്. പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ അല്ലാഹു തആല സുഖാക്കി തരട്ടെ. പിന്നെ ഒരു 3 അത്തിപ്പഴം ഞാൻ പറഞ്ഞ എഴുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എഴുതുന്നുണ്ടോ? ഞങ്ങൾ തുടർച്ചയായി പറയാൻ പോവുകയാണ്. നിങ്ങൾ എഴുതുന്നുണ്ടല്ലേ? 3 അത്തിപ്പഴം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം അത് കുത്തിച്ചതച്ചിട്ട് ഇട്ട വെള്ളവും ചേർത്ത് സൂറത്തുൽ ളുഹ 7 തവണ മന്ത്രിക്കുക. എന്നിട്ട് 7 ദിവസം കുടിക്കുക. എന്നിട്ട് വയറ് ശുദ്ധിയാവാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന്, വല്ല സുന്നാമാക്കിയോ അല്ലെങ്കിൽ വല്ല എന്താച്ചാ അതും കൂടെ വല്ല കഴിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് പേര് പൂവിടണം. അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറയണം. പല അസുഖക്കാരും പല അസുഖങ്ങളും ഉണ്ടാവില്ല. ഒന്നും കൂടെ പറയണേ. 3 അത്തിപ്പഴം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് സൂര്യൻ ഉദിച്ച് ഉയർന്ന ശേഷം കുത്തിച്ചതച്ച് ഇട്ടുവെച്ച വെള്ളം അതില് സൂറത്തുൽ ളുഹ വല്ളുഹ വല്ലൈലി ഇദാ സജ ആ സൂറത്ത് 7 തവണ മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അങ്ങനെ 7 ദിവസം 7 days അല്ലെങ്കിൽ 1 week എന്നൊക്കെ പറയാം. ബിജാഹി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫല്ലാഹ്. അല്ലാഹ് ശിഫയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ എന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സുഖാക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബേജാറാകണ്ട. അത്തിപ്പഴം എവിടുന്ന് കിട്ടും? അത്തിപ്പഴത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അത് മതി ട്ടാ. എവിടുത്തെ അക്കൗണ്ട് ആണെങ്കിലും തരാൻ റെഡിയാ. ഇൻഷാ അല്ലാഹ്.
ഒക്കെ പോട്ടെ. ഒരുപാട് ആൾക്കാർ കൈ വന്നിച്ചിട്ട് പടച്ചോനെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ കാലിന്റെ മുട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിന് മറുപടി വീട് വന്നില്ല. കാലിന്റെ മുട്ട് ഭയങ്കര വേദന, അത്തയ്യാത്തിലേക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിനെന്താ ചെയ്യാ എന്ന് മനസ്സിൽ. കാലിന്റെ മുട്ട് വേദന അല്ലേ? കാൽമുട്ട് വേദന. കാൽ അക്കൗണ്ട് നിറഞ്ഞു കവിയുമല്ലോ. ഒന്നും പറയില്ല. നിങ്ങൾക്ക് തണുപ്പാണ്, നമ്മളൊക്കെ പേരും ചൂട്. കൗത്ത് വരെ വെള്ളത്തിലാ. ആരെങ്ങള് നിറഞ്ഞു കഴിയാനും നടക്കൂല. അത് പോട്ടെ, അത് ചർച്ചില്ല. അതിന്റെ പിന്നെ അതൊന്നും നമ്മൾ നടക്കില്ല. കാലിന്റെ മുട്ട് വേദന അല്ലേ? കാൽമുട്ട് വേദന. ഒരു കിറുകിറന്നുള്ള ശബ്ദം ഉണ്ടോ നടക്കുമ്പോ? അപ്പൊ ഫ്ലൂയിഡിന്റെ തേയ്മാനം സംഭവിച്ചതാണ്. അത് ഒറ്റമൂലിയോട്ടൊന്നും ശരിയാക്കാൻ കഴിയില്ല. ഞങ്ങള് നേന്ത്രപ്പഴത്തിന്റെ തൊലി കൂട്ടാൻ വെച്ച് കഴിക്കുക. ചെറിയ മത്തിയുടെ മുള്ള് കഴിക്കുക. ഇൻഷാ അല്ലാഹ് സുഖാവും. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് പിന്നെ പറയാം. പക്ഷെ അതങ്ങളെ പറ്റി കുറെ അറിയേണ്ടതുണ്ട്, അതറിഞ്ഞു. ഇത് രണ്ടും നല്ല നേന്ത്രപ്പഴല്ലേ, കായ് അറിയും. വർത്തായി എന്നാണ് മറ്റേ പെടുക്ക. കായ് എന്നാണ് ആര് പറയാ? പിന്നെ നമ്മളെ സാജിയാമത്തിന്റെ നാട്ടുകാര് കായ് അറിയും. കൊടുവള്ളിക്കാരെ കായ് ഒരു കായ് അല്ലേ? അപ്പോ അതെന്ത് ചെയ്യാ? അതിന്റെ പച്ച തൊലി, അതിന്റെ തൊലി ഉണ്ടല്ലോ, തൊലി ഉപ്പേരിയാക്കിയിട്ട് കഴിക്കുക. അതോടൊപ്പം നിങ്ങളെ വയറ്റ് ശോധന കുറവാവാനാണ് സാധ്യത. സന്ധിവേദനയാണ് സാധ്യത കാണുന്നത്. നിങ്ങളെ പറഞ്ഞു കേട്ടിട്ട് ഇൻഷാ അല്ലാഹ്. സാധ്യമെന്ന് പറഞ്ഞ കിട്ടുന്ന സമയം മുഴുവൻ മൂപ്പരെ കൊളാക്കാൻ നിൽക്കണം. അങ്ങനൊന്നല്ല. എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് കൊടുവള്ളി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. നേന്ത്രപ്പഴം എന്ന് പറയാം. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്തു നോക്കി. അല്ലാഹു തആല സുഖാക്കി തരട്ടെ. ആമീൻ. PM ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് അതിനൊക്കെ വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ കാലിന്റെ മസിൽ, അതായത് മുട്ടിന്റെ അടിഭാഗം നല്ല വേദന ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് നാട്ടിൽ വെച്ച് ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ട്. അതായത് ബൈക്ക് എന്റെ മേൽക്കൂടെ മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ വേദന. നിസ്കാരത്തില് റുക്കൂഴില് ഒരുവിധം പോകാം, സുജൂദിൽ തീരെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കസേരയിലൊക്കെയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാലിന്റെ മസില് 2 കാലുണ്ടോ? 2 കാലുണ്ടോ? അതോ ഒരു കാല് മാത്രമോ? 2 കാലുണ്ടോ ഒരു കാല് മാത്രം? വലത്തെ കാല് മാത്രം അല്ലേ? വലത്തെ കാല് മാത്രം. ചുട്ടുപഴുക്കുന്ന അതേമാതിരിയുള്ള വേദനയാണോ? ബൈക്കിൽ നിന്നും വീണു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറയണേന് ഞാൻ മരുന്ന് പറഞ്ഞു തരൂല. നിങ്ങൾ പറഞ്ഞാണ് രോഗം എന്ന് ഇപ്പൊ നിങ്ങൾ പറയല്ലേ? അത് എനിക്കൂടി തോന്നണ്ടേ? എനിക്കൂടി ബോധ്യപ്പെടണ്ടേ? മനസ്സിലായെങ്കിൽ തലവേദനയ്ക്ക് ചിലപ്പോ നമ്മൾ വയറിളക്കാനാ മരുന്ന് വെക്കുക. അതറിയാം എനിക്ക്. അത്തിപ്പഴം ഉണങ്ങിയതായാലും ഫ്രഷ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ആവുന്നതുകൂടി നല്ലത്. പിന്നെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വിദേശത്താണ് നിങ്ങളെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യാം, വിദേശത്തുള്ള ഉപയോഗിക്കുക, നാട്ടിലാണെങ്കിൽ നാട്ടിലത്തെ ഉപയോഗിക്കുക, അതായിരിക്കും നന്നാവുക. ഇൻഷാ അല്ലാഹ്, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള മരുന്ന് നമ്മൾ പറഞ്ഞു തരൂല. അപ്പൊ നിങ്ങള് മസിൽ എന്ന് പറഞ്ഞത് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ മസിൽ, കാലിന്റെ മസിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് പിന്നെ രണ്ടാം ഹാർട്ട് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള സാധന കാലിന്റെ മസിൽ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങള് പിന്നെ ഞാൻ നോക്കിയിട്ട് പറയാം, അത് നന്നാവാം. ഒന്നുകൂടി ഞാൻ ആലോചിക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളൊന്ന് PM ചെയ്യും. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വരുമ്പോ PM ചെയ്ത് ഇതിന്റെ ഐഡിയിൽ PM ചെയ്തിട്ടാകുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അബൂ ജുലൈല അല്ലേ? അബൂ ജുലൈല പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്നോടാണോ പറഞ്ഞത് എനിക്കറിയില്ല. നിങ്ങൾ ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ ജുലൈല പിന്നെ എനിക്കൊന്ന് PM ചെയ്യണം. നിങ്ങൾ ഫൈസിയ സംശയം തീർക്കാനാ. അബൂ ജുലൈല എന്ന് പറഞ്ഞാൽ ഫൈസിയാണോ? എനിക്ക് PM ചെയ്താൽ മതി. നോ അല്ലേ? പനങ്ങാങ്ങര അടുത്ത നിങ്ങളെ നാട്? പനങ്ങാങ്ങര അടുത്താണോ നിങ്ങളെ നാട്? നോ ആയിക്കോട്ടെ, ഞാൻ വിട്ടു. ഞാനൊഴിഞ്ഞു. നോ പ്രോബ്ലം. ഒച്ച ഇല്ലാത്തതിന് മരുന്ന് അബ്ദുള്ള തോട്ടക്കാടിന്റെ അടുത്ത് കിട്ടും. അപ്പോ പിന്നെ നിങ്ങള് പറഞ്ഞ കേട്ടില്ല. നിങ്ങള് വിഷയം നേരത്തെ പറഞ്ഞ വിഷയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതൊക്കെ ശരിയാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ PM ചെയ്ത് എന്റെ അടുക്കലുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. മക്കളെ കിട്ടാൻ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എളുപ്പമാക്കി തരാം. നിങ്ങൾ പിന്നെ നൂറുഫൈസായി ഒന്ന് PM ചെയ്ത് ദുആ ചെയ്യാൻ പറയും. പിന്നെ ഇൻഷാ അല്ലാഹ് അത് എളുപ്പം ശരിയാവും ഇൻഷാ അല്ലാഹ്. എന്നാ ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഞാൻ ഓഫീസിലിരിക്കുക, എല്ലാരും പൂട്ടിപ്പോയി, ഒറ്റക്കുള്ളത്. ഏതായിരുന്നാലും നല്ല ഒരു ലൈവിലേക്ക് നമ്മുടെ സമദ് ഉസ്താദ് വന്ന് മാറ്റി. അതിനനുസരിച്ചിട്ട് നമ്മുടെ ജാഫർ വില്ലൻ ഉസ്താദ് അവർകളും കൂടി ഒരു വലിയ അറിയാത്തതുകൊണ്ടൊന്നല്ല ഇതിനെ ഇത്രത്തോളം സജീവമാക്കി. അതിന് അൽഹംദുലില്ലാഹ് അവർ രണ്ടുപേരോടും വളരെയധികം നന്ദിയുണ്ട്. ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത്, എല്ലാ ആളുകൾക്കും, ഇവിടെയുള്ള പ്രവാസികളായ എല്ലാ ആളുകൾക്കും ഒരു വലിയ പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉസ്താദ് വല്ലാതെ മുടിങ്ങനെ വീണു പോണ്. അനാപൂരി വേഗം ഇതൊക്കെ. അപ്പോ വല്ലാതെ മുടിങ്ങനെ കൊഴിയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെന്താണ് ഒരു ഒറ്റമൂലിയായിട്ട് വല്ല മാർഗമുണ്ടോ? അതെ. അപ്പോ അതൊന്ന് ഉസ്താദ് പറഞ്ഞു തരണം. എന്റെ മുടി അത്ര കൊയ്യുന്നൊന്നുമില്ല, എന്നാലും പല ആളുകളുടേതും അത് കൊയ്യുന്നുണ്ട്. എന്റേതും അതിൽ കൂട്ടുക തന്നെ ചെയ്യാം. ഏതായിരുന്നാലും ഉസ്താദ് അതിന് തക്കതായ ഒരു നല്ല ഒരു മരുന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മൈക്കിലേസ് ചെയ്യുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുടിയുടെ ധർമ്മം എന്താണ് എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ്. ശാസ്ത്രീയ ലോകം എത്രത്തോളം അതിന്റെ ധർമ്മം ശരീരത്തിൽ എന്താണ് എന്നുള്ളതിന്റെ വിഷയത്തിലേക്ക് ചർച്ചകളും പഠനങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മുടി എന്നുള്ളത് സൗന്ദര്യത്തെ പിന്നെ
മുടി എന്ന് പറയുമ്പോഴേക്ക് ചില ആൾക്കാരൊക്കെ PM ചെയ്തുകൊണ്ട് ശല്യപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ ആ മുടിയല്ല ഇപ്പൊ ഈ മുടി, ഈ മുടിയല്ല ആ മുടി, മനസ്സിലായില്ലേ? മുടി എന്ന് പറയുമ്പോഴേക്ക് ചില ആൾക്കാർ പേടിയാകുകയാണ്, ചിലപ്പോൾ ഐഡിയ ഒക്കെ കൂടാൻ തുടങ്ങും അല്ലേ? മുടി എന്ന് പറയുമ്പോഴേക്ക് ആ മുടിയല്ല അവിടെ ചർച്ച, മനസ്സിലായില്ലേ? അത് തലയിൽ കഫണ്ടാവുക, ഉറക്കം ഒഴിവാക്കുക, പിന്നെ ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ മാറും. പിന്നെ അതിന് പറ്റിയ മരുന്നുകൾ പലതുണ്ട്, അതൊക്കെ എന്ത് ചെയ്യരുത്, പലർക്കും പലതനുസരിച്ചല്ലേ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നല്ല വിദഗ്ധരായ ആളുകളൊക്കെ കണ്ട് മരുന്നൊക്കെ കണ്ടെത്തി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. മറ്റേ അബ്ദുള്ള മൂപ്പനാട് എന്താ മൈക്ക് കിട്ടാനിട്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഉസ്താദെ, ഈ സന്ധിവാദം പാരമ്പര്യമായിട്ട് പകരുന്നതാണോ? സന്ധിവാദം എന്റെ ഉമ്മാക്കുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ പെങ്ങൾക്കുണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഈ കാലുമുട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കും ഇതേമാതിരി ഉണ്ട്. അപ്പൊ ഇത് ഈ സന്ധിവാദമാണെന്നാണ് ഇപ്പൊ എന്റെ പെങ്ങളുടെ ഇത് വൈദ്യനെ കാണിച്ചപ്പോ പറഞ്ഞത്. ഈ സന്ധിവാദം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്ന് വിശദീകരിച്ച കൊള്ളാം. ഇതില് അള്ളാഹുവേ പറഞ്ഞ കേൾക്കണ്ടല്ലേ? പറഞ്ഞ കേൾക്കണില്ലേ? എന്താ പറയാ, എവിടെ പോ പഠിച്ചോനെ. സന്ധി നട്ടല്, വായുക്ഷോഭ നട്ടല്, സ്ഥാന ഗൗട്ട്, അല്ല. നിങ്ങൾ ആ പറഞ്ഞതിന് ഒറ്റ വാക്കിലെ മറുപടി അല്ല എന്നുള്ളതാണ്. ശരീരപ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ പെങ്ങളും ഒക്കെ ശരീരം തടിയുള്ള പ്രകൃതമായിരിക്കും അല്ലേ? തടിച്ച ശരീരമല്ലേ അവരുടേത്? ഇനി ഇപ്പൊ കുറഞ്ഞുകൊണ്ടോന്നും അറിയില്ല, അന്നൊക്കെ തടിച്ച ശരീരമായിരിക്കും, തടിച്ച ശരീരപ്രകൃതമായിരിക്കും. ഏകദേശം നിങ്ങളതും ആ കോലത്തിലാവും അല്ലേ? എങ്കിൽ പിന്നെ കാരണം എന്താന്ന് വെച്ചാൽ പ്രകൃതത്തിലെ വ്യത്യാസം ഉണ്ടാവും. സന്ധിവാദം ഏതായാലും നിങ്ങൾ ചോദിച്ചതിന് മറുപടി അല്ല എന്നുള്ളതാണ്. പാരമ്പര്യമായിട്ട് വരുന്നൊന്നല്ല. പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ സന്ധിവാദം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. ഞാൻ ആ മരുന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എല്ല് തേയ്മാനം, സന്ധിവാദം എന്നൊക്കെ വരെ. രോഗിയെ കാണാതെ ചികിത്സിക്കാമോ എന്ന് ചോദിച്ചാൽ, രോഗത്തെ പറ്റി അറിയുകയും അയാളുടെ കാരണങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചികിത്സിക്കുന്ന തയ്യാറൊന്നുമില്ല. അത് തൊബീബിന്റെ യോഗ്യതക്കനുസരിച്ചിരിക്കും, മനസ്സിലായില്ലേ? ഏതായാലും പാരമ്പര്യമായിട്ട് വരുന്നൊന്നല്ല. എന്നാൽ പാരമ്പര്യത്തിൽ തീരെ ഇല്ല എന്ന് പറഞ്ഞില്ല. കാരണം ഈ സന്ധിവാദം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കുടുംബപരമായിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അത്രേ ഉള്ളൂ. അത് പാരമ്പര്യ രോഗമായിട്ട് സന്ധിവാദത്തെ എന്നാൻ പ്രയാസമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ഒരുപാട് കൊല്ലമായിട്ട് തലവേദന ഉണ്ട്. അതായത് മൂക്കിന്റെ മുകളിൽ നിന്ന് തുടങ്ങി നേരെ തലയുടെ ബാക്ക് വരെ, അല്ലെങ്കിൽ തലയുടെ മൂടും പറയുന്ന അവിടം വരെ ഉണ്ടാകും. ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഓടുമ്പോൾ അത് കുറയും. പക്ഷെ അത് എപ്പോഴും അതിങ്ങനെ ഉണ്ട് ശരീരത്തിൽ. ചിലപ്പോൾ സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഓടുമ്പോൾ കുറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ തലവേദന ചോദിച്ചാൽ ഇവിടെ ഉണ്ടോ? അത് പോയാ? തലവേദന ചോദിച്ചാൽ പോയോ? ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലേ? നിങ്ങൾ പറയണട്ടോ, കേൾക്കണേ പറയണേ. ആ നിങ്ങളുടെ പിന്നെ നെറുക് വെയില് ചൂടാകുന്ന സമയത്ത് തലവേദന കൂടുമോ? വെയില് ചൂടാകുന്ന സമയത്ത് തലവേദന കൂടുമോ? ചോദ്യം. ഇല്ല അല്ലേ? സൂചി കുത്തുന്ന പോലുള്ള വേദനയാണോ നിങ്ങൾക്കുള്ളത്? സൂചി കുത്തുന്ന മാതിരിയുള്ള വേദനയാണോ? സൂചി കുത്തുന്ന മാതിരിയുള്ള വേദനയാണോ? പെട്ടെന്ന് തലന്റെ ഉള്ളിൽ കൂടെ ഒരു പിടിവാളൊക്കെ മിന്നുന്ന മാതിരി പെട്ടെന്ന് ഒരു മിന്നൽ വേദന ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ടോ? ഒരു ഭാരം പോലെ തോന്നുന്നു, തലക്കുള്ള ഭാരം. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്. നിങ്ങൾ കുരുമുളക് തേനിൽ ലേഹ്യമാക്കിയിട്ട് കഴിച്ചാൽ മതി. ഒരു നേരം രാത്രി മാത്രം. കുരുമുളക് പൊടി തേനിൽ നല്ലോണം ലൂസാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണ് രാത്രി കഴിക്കുക. ഇൻഷാ അല്ലാഹ് ബിജായി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ശിഫയാക്കട്ടെ. നിങ്ങൾ പോയിക്കോളൂ ഇൻഷാ അല്ലാഹ്. മഷ്കൂർ, ജസാക്കല്ലാഹു അലൈക്കും അസ്സലാം. ഞാനും പോകുന്നതന്നെയാണ്. ഇന്ന് ഇവിടെ അതിഥികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്ക്. ഞാനൊക്കെ ദ്വാരുന്നാലേ എന്റെ കഥ ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. എന്റെ കഥ ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാനാരാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മനസ്സിലായ പോകരുതെന്ന് പറയരുത്. പടച്ചോനെ മാഷാ അല്ലാഹ്. പ്രവാസം അല്ലേ? ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനെനിക്ക് മറുപടി ഇല്ല. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സമയം നിൽക്കൂല. ഏതായാലും മൈക്രോ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കണില്ലേ? നമസ്കാരം. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴേ വലത്തെ കാലിന്റെ ഈ മസിനിങ്ങനെ ഒരു കുളത്തി പിടിച്ചും പോലെ ഒരു വേദന. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ കുറച്ച് വീടിന്റെ പണിയെടുത്തു. അത് കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുന്നു കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ കൊടുന്നു കൊടുത്തപ്പോ അപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ അല്ലാണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റെപ്പുകൾ കൂടുതൽ കയറി ഇറങ്ങി അതിനെന്തേലും മരുന്ന് പറ്റിയ മരുന്നുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാന്ന് ഞാൻ കേട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല. എന്തേ നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. എന്റെ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം. എവിടെയാണ് വേദന എന്ന് പറയണ്ടേ? ഓക്കെ, മൈക്ക് റിലീസ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? എന്റെ വലത്തെ കാലിന്റെ മസിനാണ്. വീട്ടിൽ ചെന്ന് കുറച്ച് 2 മാസം നിന്നപ്പോ കുറച്ച് പണി ഉണ്ടായിരുന്നു, വീടിന്റെ പണി. അതിലെ കല്ല് ഇങ്ങനെ മിസ്സിങ് കല്ലായിരുന്നു, കുറച്ച് വെയിറ്റ് ഉള്ളത്. അതിങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ കൊടുക്കലൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ ആണ് വേദന തുടങ്ങിയത്. പിന്നെ അതൊന്ന് മാറിയിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴാണ് ഈ കാലിന്റെ മസിന്, വലത്തെ കാലിന്റെ മസിന് ഇങ്ങനെ ഒരു വലിവ് വേദനയുണ്ട്. കട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ?
ഒരു വേദനയുണ്ട്. അപ്പൊ അതിന് പറ്റിയ മരുന്ന് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലത്തെ കാലിന്റെ മസിലിന് ഒരു വലിച്ചിലും ഒരു നല്ല വേദനയില്ല. സ്റ്റെപ്പ് കയറുമ്പോൾ പ്രത്യേകം ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ നിങ്ങളെ സംശയം. നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിലൊരു തുണി എടുത്തിട്ട് നല്ല നിങ്ങളെ കാല് നന്നായി അവിടെ ആ കാലിന്റെ മുട്ടിന് താഴെ ആ വേദനയുള്ള ഭാഗം നന്നായി മസാജ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സുഖാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് സുഖാവും. ഇൻഷാ അല്ലാഹ് ഒരു 3 ദിവസം ചെയ്തിട്ട് നിങ്ങൾ മാറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും. ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സമ്മത വയസ്സ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. എന്റെ കൊച്ചിന്റെ തലയിൽ താരൻ ഉണ്ട്. ചൊറിഞ്ഞ് വളരെ ഉറങ്ങാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. 3.5 വയസ്സേ ആയുള്ളൂ. തലയിൽ തേക്കാൻ വല്ല പറ്റിയ മരുന്നുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. കേട്ടെന്ന് വിചാരിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേട്ടു. 3.5 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഇങ്ങനെ വരുമ്പോ എന്താ ഇപ്പൊ ഞാൻ മറുപടി പറഞ്ഞുതരാം? അതിന് പ്രത്യേകിച്ച് ഒരു ഇത് പറഞ്ഞുതരാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു വിദഗ്ധരെ കാണിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഇൻഷാ അല്ലാഹ് അതായിരിക്കും ഭംഗി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒറ്റടിക്ക് എല്ലാ കാര്യവും അങ്ങനെ ഒറ്റടിക്ക് പറയാൻ വയ്യ. ആ നാരങ്ങ ഉണ്ട്, പിന്നെ പലതും ഉണ്ട് അങ്ങനെ. പക്ഷെ ഈ താരൻ ഉണ്ടാവുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ ഇൻഷാ അല്ലാഹ് അതായിരിക്കും നന്നാവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. സമദ് യൂസുഫാനെ എന്തിന് പഠിച്ച് പാര വെക്കൽ തുടങ്ങി. അപ്പൊ ആൾക്കാരേ സമദ് ഉസ്താദ് പറഞ്ഞ് പഠിച്ചാണ്ടേ ഇപ്പൊ തന്നെ പാര വെക്കൽ തുടങ്ങിയ ആൾക്കാര്. ഇൻഷാ അല്ലാഹ് ഞാൻ വെറുതെ പറയാണ്. പിന്നെ സമദ് യൂസുഫ് ഉസ്താദേ, ഞാന് നേരത്തെ അത് പറഞ്ഞില്ലേ ഇത്. അപ്പൊ 7 ടീസ്പൂൺ അല്ല, അതിന്റെ ഇടയിൽ കൂടി ആളുകൾ ടെസ്റ്റ് അടിച്ചു നോക്കുന്നുണ്ട്. ഞാൻ DC ആയുണ്ട്. 7 ടീസ്പൂൺ അല്ല മഞ്ഞൾ പറഞ്ഞത്. ആദ്യത്തെ ചോദ്യത്തിന്റെ ചികിത്സ തന്നെ മറന്നുകൊള്ളു. 7 ടീസ്പൂൺ മഞ്ഞളും 3 ടീസ്പൂൺ കുരുമുളകും അല്ലേ? അത് അത് പിന്നീന്ന് അപ്പൊ ക്ലിയറായി അല്ലേ? പിന്നെ സംബന്ധിച്ചത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തല ഇങ്ങനെ ഒരു കറങ്ങണമാതിരി. പ്രായം കുറെ ആയി എന്നാലും തല ഇങ്ങനെ ഇടയ്ക്ക് ചുറ്റണമാതിരി തോന്നും. അപ്പൊ ഷുഗർ കുറവാണ് വിചാരിച്ചു കാണ്ട് കുറച്ച് പഞ്ചാരൊക്കെ തിന്നാൻ ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവണില്ല. അപ്പൊ അത് ഉറപ്പിച്ചാൻ പറ്റണില്ല. ചില സമയത്ത് ആ പഞ്ചസാര തിന്നുകയാണെന്ന് വെച്ചെങ്കിൽ ആ തലവേദന അപ്പം മാറും. ഉറങ്ങാത്തത് കൊണ്ടോ? ഉറക്കൊന്നും എനിക്ക് കുറവില്ല. ഞാൻ സുന്ദരമായിട്ട് സമൃദ്ധ ഉസ്താദ് പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആളാണ് ഞാൻ. ഉറങ്ങണ സമയത്ത് സുന്ദരമായി കിടന്നുറങ്ങും. പകരമാമരാശിന് കാണുന്ന മാതിരി കിനാവൊന്നും കാണില്ല. നല്ല ഉറക്കാണ്, നല്ല ഉറങ്ങും. സുന്ദരമായ ഉറക്കം എന്ന് പറഞ്ഞില്ല, അങ്ങനത്തെ ഉറക്കം ഉറങ്ങും. ഉറങ്ങാത്ത സമയത്ത് ഇങ്ങനെ കണ്ണിച്ച് കിടക്കും ചെയ്യും. ഒരു തല കറങ്ങ, തലക്ക് ഇങ്ങനെ ഒരു കനക്കം, ഒരു തല ചിറ്റല് പറഞ്ഞില്ലേ, തലക്കൊരു മിന്നല് പറഞ്ഞില്ല. അങ്ങനെ വായിച്ചിട്ട് വികൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നമ്മളെ ആളെ കളിയാക്കുന്ന ഒരു രൂപത്തിലൊരു തലമിന്നല്. പക്ഷെ അതിന്റെ കാരണം എന്താന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ രക്തക്കുറവുണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കിക്കാളെ. രക്തത്തിലെ രക്തക്കുറവിന്റെ പ്രശ്നം നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല കേരളമോ അങ്ങോട്ട് പോരി. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ രക്തത്തില് രക്തക്കുറവിന്റെ വിഷയമുണ്ട്, അതുകൊണ്ടാണ് സാധ്യത. പിന്നെ ഞാൻ ഏതായാലും ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം ഇവിടെ ഉറക്കണ്ടക്കാരൊക്കെ ഉണ്ടായതുകൊണ്ടേ. അല്ല അതുകൊണ്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ 1 മണിയാവും ചെയ്തില്ലേ. ഇൻഷാ അല്ലാഹ് ഉടൻ ഇല്ല
അഗറത്ത് ഹോസ്പിറ്റൽ. അപ്പോ ചെറിയ ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ് എസ്കേസ് ഓഫ് പ്രവാസത്തിന്റെ ചോദ്യത്തോടു കൂടി ഈ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ PM വന്നിട്ടുണ്ട്, അതിൽ എനിക്ക് കഴിയുന്ന ചിലതിനും കൂടി മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവും അല്ലേ? ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേ നല്ലൊരു സദസ്സുക്കാണ് കയറി വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിന്റെ ശബ്ദം കേൾക്കാൻ തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഓരോ വാക്കിലും നമുക്ക് പകർത്താനും പഠിക്കാനും ഒക്കെയുള്ള ഒരു വേദിയാണ് ഉണ്ടാവുക. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ഡോക്ടറുടെ രൂപത്തിലാണ് ഇന്ന് സമദ് ഫൈസി ഉസ്താദ് എത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പം വളരെ സന്തോഷം. കാരണം എല്ലാ സമയത്തും ഒരു ചരിത്രകാരൻ, ഒരു ചരിത്ര പണ്ഡിതന്റെ രൂപത്തിലാണ് നമ്മുടെ ക്ലാസ് റൂമിൽ കാണാറുള്ളത്. ഏതായാലും നമ്മുടെ ക്ലാസ് റൂമിന്റെ അനുഗ്രഹീതമായ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വിഷമിപ്പിക്കുന്ന രോഗങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയിട്ട് സമയം നീക്കിവെച്ച സമദ് ഫൈസിക്ക് എല്ലാവിധ ആശംസകളും നേരത്തെ. ആദ്യം എല്ലാവരും വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കും അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വേദനയാണുള്ളത്. വലത്തെ കൈയിന്റെ തോള് എന്ന് പറയാം. കൈപ്പല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ഭാഷയിലാകും. കൈപ്പലയ്ക്ക് ഭയങ്കര വേദനയാണ്. രാവിലെ നല്ല വേദന ഉണ്ടാവും. കുളിച്ചൊക്കെ ഫ്രഷായി വെയിലൊക്കെ ചൂടാവുമ്പോൾ വേദന കുറയും. രാവിലെയാണ് എഴുന്നേൽക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്താണെന്ന് അറിയില്ല. വെയില് ചൂടായാലേ വളരെ ഒരു വേദനക്ക് കമ്മി കാണുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മരുന്ന് ഉസ്താദിന്റെ അടുത്തുനിന്ന് കിട്ടിയാല് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഉസ്താദിന്റെ മറുപടി നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ പറഞ്ഞതനുസരിച്ച്, നിങ്ങളുടേത് മനസ്സിലാക്കിയതിനനുസരിച്ച് നിങ്ങൾ പച്ച നെല്ലിക്ക കഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഫലം കാണും. പച്ച നെല്ലിക്ക കിട്ടൂലേ? പിന്നെ ഇൻഷാ അല്ലാഹ് വിശദമായ മരുന്ന് നിങ്ങൾ നാളെ ഒന്ന് PM ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വിശദമായ മരുന്ന് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. പച്ച നെല്ലിക്ക സാധാരണ കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചാൽ മതി. നിങ്ങളെ ശരീരം വല്ലാതെ ഹോട്ടാണെന്നാ മനസ്സിലാണത്. ഇൻഷാ അല്ലാഹ് യൂസുഫ് നബി ചരിത്രം വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ എനിക്ക് ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നോക്കട്ടെ, അതിനെപ്പറ്റി ചോദിച്ചു നോക്കട്ടെ. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കേ. എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഛർദി കൂടുതലാണ്, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അല്ലാഹു തആല കുഞ്ഞിനെയും തള്ളയെയും സംരക്ഷിക്കട്ടെ, കൽബും കണ്ണും കുളിർമയാകുന്ന ആരോഗ്യമുള്ള കുഞ്ഞിനെ തരട്ടെ, ആമീൻ. നല്ല പുളി വെള്ളത്തിലിട്ടിട്ട്. അയാൾ കേൾക്കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ PM അടിച്ചാലും മതി. അയാൾ കേൾക്കല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ചോദ്യകർത്താവ് ഉണ്ടോ? ഉണ്ട്. പുളി എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മളെ വാളംപുളി അറിയില്ല, നമ്മുടെ നാട്ടിലെ വാളംപുളി. പുളി വെള്ളത്തിലിട്ട് എന്നിട്ട് നല്ലോണം ഞെരടി പിഴിഞ്ഞിട്ട് ആ വെള്ളം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ കുടിച്ചാൽ മതി. എന്നാ പിന്നെ ആ ഛർദി കുറെ മാറ്റം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. പിന്നെ ഛർദി എന്ന് പറഞ്ഞ രോഗമൊന്നുമല്ല, അത് ശരീരത്തിന് പരിചയമില്ലാത്ത ഒന്നിനെ പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് മാത്രം. അതാണ് അതിന്റെ ശരി. അപ്പൊ അതൊരു രോഗമൊന്നുമല്ല, എങ്കിലും അതിന്റെ ആ വല്ലാത്ത ആ ഒരു പ്രയാസത്തെ ലഘൂകരിക്കാൻ ഇത് ഉപകരിക്കും. അള്ളാഹു ഹൈറ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. ഇനി PM ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഒന്നുകൂടി പറയുമോ? ഒന്നുകൂടി പറയാം. നല്ല വാളൻപുളി പറഞ്ഞാൽ കൊടംപുളി അല്ല എന്ന് അറിയിക്കാനാണ് പറഞ്ഞത്. പുളിങ്ങ എന്ന് പറയും. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായി പിഴിഞ്ഞിട്ട് ആ വെള്ളം 1-2 സ്പൂണ് കുടിക്കുക. ഓക്കെ, ടൈമൊന്നൊന്നുമില്ല, അതിനനുസരിച്ച് അങ്ങോട്ട് വല്ലാതെ ഒന്നായിട്ട് മോന്തി കുടിക്കാൻ നിൽക്കണ്ട. ഛർദി ഉണ്ടാകുന്ന നേരത്ത് കുടിച്ചാൽ മതി. ഓക്കെ,
അടുത്ത ആള് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ചിക്കൻ കഴിച്ചാൽ ചൊറിച്ചിൽ വരുന്നു, സുഖപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ചിക്കൻ ഒഴിവാക്കേണ്ടി വരുമോ? അതല്ല നല്ലത്, ചിക്കൻ ഒഴിവാക്കിയാൽ മതി. ചിക്കൻ ഒഴിവാക്കിയാൽ മതില്ലേ? നിങ്ങളുടെ രക്തത്തിൽ എന്തെങ്കിലും രക്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രക്തശുദ്ധീകരണം നടത്തണം. നിങ്ങൾ രാവിലെയും വൈകിട്ട് 101 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് രാവിലെയും വൈകുന്നേരം ചെല്ലുക. ഞാൻ ഈ പറഞ്ഞ ആളോടെ ഉണ്ടാ? ഇനി ആടുണ്ടേ? ഉണ്ട്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, അത് ചെല്ലുക. തൽക്കാലം ചിക്കൊന്ന് മാറ്റി വെച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് ശരിയാകും. അതോടൊപ്പം വയറ് ശുദ്ധിയാകാനുള്ള എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഈത്തപ്പഴം അതിന് പറ്റിയതാണ്. രാത്രി ഒരു 3 എണ്ണം കഴിച്ചാൽ മതി. ഓക്കെ. പച്ചപ്പുളിയോ? പച്ചപ്പുളി പറഞ്ഞ പച്ചപ്പുളി ഒന്നല്ല, നാടൻ പുളിങ്ങ. പുളിങ്ങ പറഞ്ഞ പൊഴുത്ത. അടുത്ത ആളെ ചോദ്യം, ഏതസുഖത്തിന് അത്തിപ്പഴം പറഞ്ഞത്? അത്തിപ്പഴം പറഞ്ഞത് വേറൊരാളുടെ അസുഖത്തിനാണ്. അത് അയാളെ എതിർത്തു, അയാളെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാ അസുഖം എല്ലാരോടും പറയേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞത് പരസ്യമായി പറയാൻ പറ്റുന്ന മരുന്നുകളല്ലല്ലോ, ചോദ്യവുമല്ല. അപ്പൊ അതുകൊണ്ടിട്ട് അത് ഇൻഷാ അല്ലാഹ് സ്വകാര്യമായി തന്നെ പറയാം. ഞാൻ വന്ന ഉടനെ, ഓൺലൈനിൽ വന്ന ഉടനെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും, അപ്പോഴൊന്നും എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത ആള്. അപ്പൊ അതാണ് കുറെ കാലമായി നാടൻ മരുന്നും ഇംഗ്ലീഷ് മരുന്നും മാറി കുടിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും തുടങ്ങും. ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. അല്ലാഹു തആല ഖൈറ് നൽകട്ടെ, ആരോഗ്യമുള്ള കുഞ്ഞിനെ തരട്ടെ. ഇൻഷാ അല്ലാഹ് ആ വിഷയം നിങ്ങൾ കൂടി അടുത്തുണ്ടാകുമ്പോഴാണ് അത് പരിപൂർണമായി പരിഹരിക്കപ്പെടുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി നമുക്കത് വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. PM വരണം, ഞാൻ പിന്നെ വിളിക്കാം, പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ പറയണ്ടല്ലോ. ആണ്ടേ. അസ്സലാമു അലൈക്കും ഉസ്താദേ. വഅലൈക്കും അസ്സലാം ശിഷ്യ. എനിക്ക് മാഷാ അല്ലാഹ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴും നല്ല വേദന ഉണ്ട്. വേദന കുറയുവാൻ ദുആ ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ? സംസാരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മൈക്കിൽ സംസാരിക്കുവാൻ കഴിയില്ല. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, നന്നാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല അത്തരത്തിലുള്ളതിനെ തൊട്ട് അവരെയും അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ അതിനെപ്പറ്റി മരുന്ന് പറഞ്ഞുതരാം, നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അത് നാവിന് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ 2-3 ദിവസമായി നല്ല മൂത്രക്കടച്ചിലാണ്. ഓഹോ, അത് നമ്മളോട് പറഞ്ഞത് നിങ്ങളൊക്കെ നമ്മോട് പറയേണ്ട വിഷയമല്ലേ. മരുന്ന് കുടിക്കുന്നു, ഉള്ള സുഖാക്കട്ടെ. പക്ഷേ ഗുളിക കുടിക്കുമ്പോൾ വേദന അധികമാണ്. മൂത്രം ഒഴിക്കാൻ പോലെ കുറച്ചു വരും, അപ്പോൾ കടച്ചിൽ കുറയും. പിന്നെ ഉടൻ തന്നെ വീണ്ടും വേദന വരുന്നു. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടുമുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഞാൻ കുറെ നേരമായി കേൾക്കുന്നുണ്ട്. PM ചെയ്യാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. മൈക്കിൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ അങ്ങനെ പിന്നെന്താ നമ്മളെ സൗണ്ട് കേട്ട് നിങ്ങൾ ആ വിഷയം ചോദിക്കാഞ്ഞ്? മൂത്രക്കടച്ചില്ല. ഇനി ആരും PM ചെയ്യരുത്. PM ചെയ്താൽ മറുപടി ഇല്ല. PM ചെയ്താൽ മറുപടി ഇല്ല. ചിരിക്കുക. പറഞ്ഞുതരാം. ഒരു ഹലോ. സാറില്ല.
ഒരു മിനിറ്റ്, ഞാനിങ്ങനെ നോക്കിയിട്ടേ നിങ്ങൾക്ക് അവിടെ പറ്റിയ കോലത്തിലുള്ളൊന്ന് പറയണല്ലോ. അല്ലാതെ ഇപ്പൊ എന്തായി? അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങള് ഇസ്തിഗ്ഫാർ കൂടുതൽ ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് കൂടുതൽ ചെല്ലണം. അല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? എനിക്ക് പിഎം ചെയ്താൽ മതിയേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് കൂടുതൽ ചെല്ലുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മൂത്ര കടച്ചിലാ മൂത്ര ചൂടാങ്ങക്കുള്ളത്? മൂത്ര ചൂടാണോ മൂത്ര കടച്ചിലാണോ? കല്ലിന്റെ അസുഖമില്ലല്ലോ? കല്ലിന്റെ അസുഖമില്ലല്ലോ? ഇല്ല. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും. പിന്നെ പാലില് ജീരകം വറുത്ത് പൊടിച്ചിട്ട് അത് പാലിൽ ചേർത്തിട്ട് കഴിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാ. ഇസ്തിഗ്ഫാർ കൂടുതൽ ചെയ്യാ. അല്ലാഹു തആല സുഖാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത പിഎം നോക്കാം. ഇൻഷാ അല്ലാഹ്. ഇല്ല, ചെറിയ ജീരകം, വലിയതല്ല, ചെറുത്. ഇൻഷാ അല്ലാഹ്. രാവിലെ കഴിക്കണേ, രാത്രിയല്ല. അസ്സലാമു അലൈക്കും ഉസ്താദെ, എന്റെ 2 കാലിന്റെ മടമ്പ് ഭാഗം മുപ്പോറ്റി എന്താണ് ഭയങ്കര വേദനയാണ്. അല്പം നടന്നാൽ വേദന സഹിക്കാൻ കഴിയില്ല. മരുന്ന് പറഞ്ഞു തരണമെന്ന അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കാല് മഞ്ഞൾ വെള്ളത്തിലിട്ടേക്ക. മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അതിലെന്ത് ചെയ്യുക, കാലിട്ട് വെക്കുക. നല്ല മാറ്റം ഉണ്ടാവും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. സുഖമാക്കട്ടെ. ആമീൻ. ഏതായാലും ഇനി ഇൻഷാ അല്ലാഹ് ഒന്നും ആരും ഇത് ചെയ്യണ്ട. എല്ലാവർക്കും ഇനി നമുക്ക് എന്താണ് യൂസുഫ് നബി ചരിത്രം അല്ലേ? ഒരു പ്രാവശ്യം ഒരു വട്ടം കണ്ട. രാവിലെ നല്ലത്, രാവിലെയാണ് നല്ലത് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ ചെയ്യണം. ആരും പക്ഷേ അക്കൗണ്ട് നമ്പർ ഒന്നും ചോദിച്ചില്ല. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും.